ആ മുട്ടിന്റെ എവിടെയാണ് നിനക്ക് വേദന? ഇതിൽ വേദനയുണ്ടാ? വേദനയുണ്ട്. ഓക്കെ, ഈ കാല് ഇങ്ങനെ മെല്ലെ മടിക്കാൻ, മെല്ലെ മടിക്കാൻ. വേദനയുണ്ട്, വേദനയുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചേ. ആ, ഇതിനാണ് വേദന. ഓക്കെ, ഒരു മിനിറ്റ് അങ്ങനെ നിന്നോ, ഞാൻ എണ്ണ എടുക്കാൻ വേണ്ടിട്ടാ. ഇതിൽ വേദനയുണ്ടാ? ഉറപ്പാണ്? ഓക്കെ. എന്നുണ്ടായ പൊട്ടല് വന്നു. ആ, ഇനി കാല് ശരിക്കിച്ച, ഇനി മലർന്ന് കിടന്നാൻ, മലർന്ന് കിടക്ക്. ഓക്കെ, ഗുഡ് ബോയ്. ആ, ഫ്രീ ആയി കിടന്നോട്ടാ, പേടിക്കൊന്നും വേണ്ട. എൻജോയ് കംപ്ലീറ്റ് പോളിടെക്നിക്. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ എന്തൊരു തോന്നണ? ഫ്രീ ആയി നോക്കിയ കാലം മടക്കിയ. ആ, മടക്ക്. അങ്ങനെ വെക്കുമ്പോ നിനക്ക് വേദന ഉണ്ടാവാറുണ്ടാ? ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ. ആ, ഭയങ്കരമാര് ചുരുക്കുണ്ടല്ലോ. നോക്ക്, എങ്ങനെയൊക്കെ നോക്ക്, നല്ലോണം നോക്ക്. ഉറപ്പാണ്? ഹാപ്പിയാണ്? ഓക്കെ, കട്ട് ചെയ്തോ. ഇവിടെ നമ്മൾ നേരത്തെ പിടിക്കുമ്പോ നീരുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ ആ നീര് ഓട്ടോമാറ്റിക്കായിട്ട് പോയി. പക്ഷെ എന്നാലും നമ്മൾ മരുന്ന് വെച്ച് കെട്ടുണ്ട്. എന്തിനാന്നറിയോ? പെട്ടെന്ന് ഇനി അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് ലിക്വിഡിന് കംപ്ലൈന്റ് ഇല്ല, അല്ല നമ്മുടെ ലിക്വിമെന്റിന് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? ഉറപ്പായില്ലേ? ഡോക്ടർമാരെന്താ പറഞ്ഞ? MRI സ്കാൻ ചെയ്ത് സർജറി സ്കാൻ ചെയ്തിട്ട് പിന്നെന്താ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാന്ന് ഡോക്ടർമാരെ പേര് നമ്മൾ പറയാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇനി പേരും മരുന്ന് വെച്ച് കെട്ടാൻ പോവാ. ഒന്ന് മെല്ലെ ഒന്ന് അങ്ങനെ ഇത്തിരി ഞാൻ ടൈറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടാ, പെട്ടെന്ന് ഊരി പോവാണ്ടിരിക്കാനായിട്ട് കേട്ടാ.
എന്റെ പേര് മിഗിൽ കേസ്. എന്റെ വീട് എളനാടാണ് വരുന്നത്, ചേലക്കര. അപ്പൊ എനിക്ക് ആക്സിഡന്റ് പറ്റിയതാണ്. എന്താ തിരൂര് മലപ്പുറത്ത് വെച്ചിട്ടാണ് ആക്സിഡന്റ് പറ്റിയത്. ഒരു 3 മാസം മുമ്പ് 20-ാം തീയതി ആയിട്ട് ആക്സിഡന്റ് പറ്റിയത്. അപ്പൊ കഴിഞ്ഞ ആ 20-ാം തീയതിക്ക് 3 മാസമായി. ഇപ്പൊ ഒരു 6-7 ദിവസം കൂടി ആയി. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിലായിട്ട് ഡോക്ടറിനെ പോയി കാണിച്ച് എക്സ്റേയും കാര്യങ്ങളൊക്കെ ആ ഒരു ആക്സിഡന്റ് പറ്റിയ ദിവസം തന്നെ എടുത്തപ്പോ എല്ലിന് നമ്മള് ഡോക്ടർമാരുടെ പേരും ഹോസ്പിറ്റലിന്റെ പേരും ഒന്നും മറ്റവരെ ബുദ്ധിമുട്ടിക്കില്ല. എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോ കാലിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊരു വേദനയാണ്, 1 മാസം കൊണ്ട് മാറുന്നു വിചാരിച്ച് ഞാൻ പട്ടീസും കാര്യങ്ങളൊക്കെ ചുറ്റി 1 മാസത്തോളം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1.5 മാസമായിട്ടും വേദന മാറാണ്ടായപ്പോ ഏത് കാലിനാണ്? ലെഫ്റ്റ് കാലിനായിട്ടാണ്, മുട്ടുംകാലിന്റെ സൈഡിലായിട്ടാണ്. അപ്പോ 1 മാസം കഴിഞ്ഞിട്ട് വേദന മാറാണ്ടായപ്പോ ഡോക്ടറിനെ പോയി, ഓർത്തോ ഡോക്ടറിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു MRI സ്കാൻ ചെയ്ത് ലിഗമെന്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ സർജറി വേണ്ടി വരും എന്നാ പറഞ്ഞു. അപ്പൊ അത് സർജറി ചെയ്യാണ്ട് തന്നെ റിക്കവർ ആക്കാൻ പറ്റുമെന്നുള്ള രീതിക്ക് ഇങ്ങനെ ആളെ വന്ന് കണ്ടതാണ്, പോളി ചേട്ടനെ വന്ന് കണ്ടതാണ്. അപ്പൊ ഇപ്പൊ കാല് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കുറവുണ്ട്. ചിയാരത്താണ് വരണത് ഈ സ്ഥലം വരെ. തൃശ്ശൂര് ചിയാരം LBS റോഡിലാണ് വരണത്. ആളുടെ പേര് പോളിടെക്നിക് എന്നാണ്. പത്രത്തില് പറയാ മർമാണി പോളി. അപ്പൊ ആളെ വന്ന് കാണിച്ചു, കാല് മൊത്തം ഒന്ന് പൊട്ടിച്ചു തന്നു. അപ്പൊ കാലിലെ മെയിൻ മർമ്മത്തില് തന്നെ വെച്ച് പൊട്ടിച്ചു. 4-5 പ്രാവശ്യം മുട്ടിങ്ക മുട്ടിങ്കാലത്ത് ഒരു പൊട്ടിക്കൽ തന്നെ പൊട്ടിച്ചപ്പോ അത്യാവശ്യം നല്ല സമാധാനം. ഇപ്പൊ എന്താ കണ്ടു പോയി ഒന്ന് ഇപ്പൊ വന്നിട്ട് ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് കാലിന്ന് എന്തോ ഒന്ന് ഇറങ്ങിപ്പോയി. കാലിന്ന് എന്താ കണ്ടൊന്ന് ഇറങ്ങിപ്പോയി. ഇനി എന്തോ ഒന്ന് സെറ്റ് ആവുള്ളൂ പോലെയാണ് തോന്നണത്. നല്ല പെയിൻ വന്നതായിരുന്നു. അപ്പൊ വന്നിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും പിന്നെ കുഴപ്പമില്ലായിട്ട് നല്ലൊരു ആശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഫേസും കണ്ടില്ലേ, ഇനി എങ്ങനെ മാറ്റുന്നൊരു ചിന്തയിലായിരുന്നു അത്. പെട്ടെന്ന് ഇനി എങ്ങനെ മാറ്റും, പെട്ടെന്ന് എങ്ങനെ മാറ്റാൻ പറ്റുന്നൊരു ചിന്തയിലായിരുന്നു. കാരണം ഫുട്ബോൾ പോലും കളിക്കാനായിട്ട് പറ്റുന്നില്ല, പോവാനായിട്ട് പറ്റില്ല. പിന്നെ ആ ഒരു ആഗ്രഹം പെട്ടെന്ന് മാറ്റണുള്ള കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ വന്നത്. പിന്നെ നല്ലോണം റിക്കവർ ആയിട്ട് ഇപ്പൊ പറഞ്ഞത് നീര് കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞു. ഉറപ്പല്ലേ? ഇപ്പൊ കാലൊന്നും മടക്കി നിർത്തിയ ഓക്കെ. എങ്ങനെ വെക്കുമ്പോഴാണ് വേദന പറഞ്ഞത്? അങ്ങനെ വെക്കുമ്പോഴാണ് വേദന. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ചെറിയ ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം.